നമസ്കാരം. ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമുദ്ര രക്ഷാ പ്രവർത്തനം അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്നു വീണ അമേരിക്കൻ നാവികസേനയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററിലെ പൈലറ്റിനെയും കോ പൈലറ്റിനെയും അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ദൗത്യം കേവലം ഒരു സൈനിക നീക്കം എന്നതിലുപരി സാങ്കേതിക വിദ്യയുടെ ചരിത്രപരമായ ഒരു വിജയമായിരുന്നു. മനുഷ്യനില്ലാത്ത പൂർണ്ണമായും സ്വയംഭരണ ശേഷിയുള്ള ഒരു ഓട്ടോണമസ് സർഫസ് വെസൽ അഥവാ ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് അമേരിക്കൻ സൈന്യം കടലിൽ നടത്തിയ ഇത്തരത്തിലുള്ള ആദ്യത്തെ രക്ഷാദൗത്യമാണിത്. വിദൂരത്തിരുന്ന് ഒരു ഹ്യൂമൻ ഓപ്പറേറ്റർ നിയന്ത്രിച്ച ഈ ഡ്രോൺ ബോട്ട് സമുദ്രത്തിലെ അപകട മേഖലയിലേക്ക് കടന്നു ചെന്ന് പൈലറ്റുമാരെ സുരക്ഷിതമായി വീണ്ടെടുക്കുകയായിരുന്നു. പരമ്പരാഗത പ്രതിരോധ രീതികളെ പാടെ മാറ്റിയെഴുതുന്ന ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രധാനി വിഭവ് അൽഡേക്കർ എന്ന ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് എന്നത് ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രതിഭകളുടെ സ്വാധീനം ഒരിക്കൽ കൂടി അടിവരയിടുന്നു. ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാരോണിക് ടെക്നോളജീസ് എന്ന കമ്പനിയാണ് ഈ രക്ഷാദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച കോർസെയർ എന്ന ഡ്രോൺ ബോട്ട് വികസിപ്പിച്ചെടുത്തത്. പെന്റഗണിന്റെ ആധുനികവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി പരമ്പരാഗത യുദ്ധക്കപ്പലുകൾക്കൊപ്പം കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം അൺമാൻഡ് വാഹനങ്ങൾ വിന്യസിക്കുന്ന US നാവികസേനയുടെ ടാസ്ക് ഫോഴ്സ് 59ന്റെ പ്രധാന ആയുധമാണ് ഈ ഡ്രോൺ ബോട്ടുകൾ. 24 അടി നീളമുള്ള കോർസെയർ ബോട്ടുകൾ ഡീസൽ ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. മണിക്കൂറിൽ 35 നോട്ട്സ് വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള ഈ പേടകത്തിന് 1000 നോട്ടിക്കൽ മൈലിലധികം ദൂരം മനുഷ്യ സഹായമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും. കൃത്രിമ ബുദ്ധിയുടെ അത്യാധുനിക സംവിധാനങ്ങൾ സമന്വയിപ്പിച്ചിട്ടുള്ള ഈ ബോട്ടിന് പ്രതികൂല കാലാവസ്ഥയിലും സമുദ്രത്തിലെ തടസ്സങ്ങളെ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നേറാനും ഏകദേശം 1000 പൗണ്ടോളം ഭാരം വഹിക്കാനും കഴിയും. യുദ്ധമുഖത്തും ശത്രുക്കളുടെ നിരീക്ഷണ വലയത്തിലും മനുഷ്യജീവനുകൾ അപകടത്തിൽപ്പെടാതെ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നത് വരുംകാല സൈനിക തന്ത്രങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഈ അത്ഭുത ബോട്ടിന് പിന്നിൽ പ്രവർത്തിച്ച സാരോണിക് ടെക്നോളജീസ് എന്ന കമ്പനി വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രതിരോധ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നത്. US നാവികസേനയുമായി ഏകദേശം $392 മില്യൺ വമ്പൻ ഉൽപ്പാദന കരാറാണ് ഈ കമ്പനി ഒപ്പിട്ടിരിക്കുന്നത്. ടെക്സസിലെ ഓസ്റ്റിൻ ആസ്ഥാനമായി 2022 സെപ്റ്റംബറിൽ മാത്രമാണ് ഈ കമ്പനി സ്ഥാപിതമാകുന്നത്. 11 വർഷത്തോളം US നേവി സീൽസിൽ സേവനമനുഷ്ഠിച്ച ഡീൻ മാർക്കൂസ്, വിഭവ് അൽടേൽക്കർ, ഡഗ് ലാംബർട്ട്, റോബ് ലേമൺ എന്നിവർ ചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. സൈനിക രംഗത്തെ അനുഭവ സമ്പത്തും അത്യാധുനിക എഞ്ചിനീയറിംഗ് രംഗവും ഒത്തുചേർന്നപ്പോൾ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ഏറ്റവും മികച്ച ഓട്ടോണമസ് സംവിധാനം രൂപകൽപ്പന ചെയ്യാൻ ഇവർക്ക് സാധിച്ചു. സാരോണിക് ടെക്നോളജീസിന്റെ ചീഫ് ടെക്നോളജി ഓഫീസറായി വിഭവ് അൽഡേക്കർ സമുദ്ര സാങ്കേതിക വിദ്യയിലും ഓട്ടോണമസ് സിസ്റ്റങ്ങളിലും ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന വിദഗ്ധനായ ഒരു പെർസെപ്ഷൻ എഞ്ചിനീയറാണ്. കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിന്റെയും സ്വയംഭരണ സംവിധാനങ്ങളുടെയും പ്രധാന ശില്പിയാണ്. നാവിഗേഷൻ, മെഷീൻ ലേണിംഗ്, കമാൻഡ് ആൻഡ് കൺട്രോൾ, പെർസെപ്ഷൻ, സിസ്റ്റംസ് ഇന്റഗ്രേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധരെ ഏകോപിപ്പിച്ചുകൊണ്ട് സാരോണിക്കിന്റെ മുന്നേറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു. തന്റെ കരിയറിന്റെ ഭൂരിഭാഗവും അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിക്കുന്നതിനായി മാറ്റിവെച്ച അൽഡേൽക്കർ മുൻപ് ആൻഡൂറിൽ എന്ന പ്രമുഖ കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന വേളയിൽ റോയൽ ഓസ്ട്രേലിയൻ നേവിയുടെ ഗോസ്റ്റ് ഷാർക്ക് എന്ന ഡ്രോൺ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ ദൗത്യം വിജയകരമായതോടെ ഭാവിയിലെ സമുദ്ര സുരക്ഷയിലും യുദ്ധരംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡ്രോൺ സാങ്കേതിക വിദ്യകളും എത്രത്തോളം നിർണായകമാകുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയും സാരോണിക് ടെക്നോളജീസും തമ്മിലുള്ള ഒരു കരാറിന്റെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഇരുപക്ഷത്തിനും ഇതിൽ വ്യക്തമായ താല്പര്യങ്ങളുണ്ട് എന്ന് കാണാം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം, പ്രത്യേകിച്ച് ഇന്ത്യൻ നാവികസേന, സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തദ്ദേശീയവും വിദേശീയവുമായ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും വലിയ മുൻഗണനയാണ് നൽകി വരുന്നത്. ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ഭീഷണികളും സജീവമായി നിലനിൽക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണവും പ്രതിരോധവും ശക്തമാക്കാൻ ഇന്ത്യക്ക് ഇത്തരമൊരു ആയുധം കൂടിയേ തീരൂ. സാരോണിക് ടെക്നോളജീസ് നിർമ്മിക്കുന്ന സ്പൈഗ്ലാസ്, കട്ലാസ്, കോർസെയർ തുടങ്ങിയ കൃത്രിമ ബുദ്ധി അധിഷ്ഠിതമായ ബോട്ടുകൾക്ക് കടലിൽ ദീർഘദൂരം സഞ്ചരിക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും പൈലറ്റ് ഇല്ലാതെ തനിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുമുള്ള ശേഷിയുണ്ട്. ഇത്തരം അത്യാധുനിക സമുദ്ര ഡ്രോണുകൾ സ്വന്തമാക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നതിൽ തർക്കമില്ല. കൂടാതെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ അമേരിക്ക ഡിഫൻസ് ആക്സിലറേഷൻ എക്കോസിസ്റ്റം പോലെയുള്ള സംയുക്ത സംരംഭങ്ങൾ
ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ളതാണ്. സാരോണിക് ടെക്നോളജീസ് പോലെയുള്ള നൂതന അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിനും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നതിനും ഇൻഡസ്ജെക്സ് പോലെയുള്ള വേദികൾ മികച്ചൊരു പശ്ചാത്തലം ഒരുക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുമായി ഇതിനകം തന്നെ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നിർമ്മാണ കരാറുകളുള്ള സാരോണിക് കമ്പനിക്ക് തങ്ങളുടെ ആഗോള സഖ്യകക്ഷിയായ ഇന്ത്യയുമായി സാങ്കേതികവിദ്യ പങ്കുവയ്ക്കുന്നതിലോ സംയുക്തമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലോ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. എങ്കിലും സാരോണിക് ടെക്നോളജീസ് ഇന്ത്യയുമായി നേരിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നതിന് മുന്നിൽ ചില പ്രധാന വെല്ലുവിളികളും വ്യവസ്ഥകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ നയം ആത്മനിർഭർ ഭാരത് അഥവാ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് കീഴിൽ തദ്ദേശീയമായ ഉൽപ്പാദനത്തിനാണ് മുൻഗണന നൽകുന്നത്. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടത്തുന്ന കരാറുകളോടാണ് ഇന്ത്യക്ക് താല്പര്യം. സാരോണിക് ടെക്നോളജീസ് ഇന്ത്യയിലെ പ്രമുഖ പ്രതിരോധ കമ്പനികളായ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പോലുള്ള ആഭ്യന്തര സ്റ്റാർട്ടപ്പുകളുമായോ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായോ സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും. അമേരിക്കൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ഉൽപാദന ശേഷിയും ഒത്തുചേരുമ്പോൾ അത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായും തന്ത്രപരമായും വലിയ നേട്ടമായി മാറും. മറ്റൊരു പ്രധാന ഘടകം അമേരിക്കയുടെ കർശനമായ സൈനിക കയറ്റുമതി നിയമങ്ങളാണ്. സാരോണിക് വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറുകളും സൈനിക ആപ്ലിക്കേഷനുകളും വിദേശ രാജ്യങ്ങൾക്ക് കൈമാറുന്നതിന് അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതികൾ ആവശ്യമാണ്. ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപ്രധാനമായൊരു പങ്കാളിയാണ് എങ്കിലും ഇത്തരം അതീവ രഹസ്യ സ്വഭാവമുള്ള പ്രതിരോധ സാങ്കേതികവിദ്യയുടെ കൈമാറ്റത്തിൽ US ഭരണകൂടത്തിന്റെ നിലപാടുകൾ നിർണായകമാകും. എന്നിരുന്നാലും സാരോണിക് കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളായ വിഭവ് അൽതേക്കർ മുൻപ് അമേരിക്കൻ പ്രതിരോധ ഭീമനായ ആൻഡലൂരിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയുടെ ഗോസ്റ്റ് ഷാർക്ക് ഡ്രോൺ അന്തർവാഹിനി പദ്ധതിയിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ്. സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഈ പരിചയസമ്പത്ത് ഇന്ത്യയുമായുള്ള ഭാവി ചർച്ചകളിൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിച്ചേക്കാം. ചുരുക്കത്തിൽ സാരോണിക് ടെക്നോളജീസ് ഇന്ത്യയുമായി ഒരു കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നേരിട്ടുള്ള ഡ്രോൺ വിപണനത്തെക്കാൾ സാങ്കേതിക സഹകരണം, സംയുക്ത ഗവേഷണം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുമായുള്ള പങ്കാളിത്തം എന്നിവയിലൂടെ ആയിരിക്കും ഈ കരാർ യാഥാർത്ഥ്യമാകാൻ സാധ്യത. ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന സാഹചര്യത്തിൽ സാരോണിക് ടെക്നോളജീസിന്റെ സ്വയംഭരണ സമുദ്ര പേടകങ്ങൾ ഇന്ത്യൻ നാവിക പ്രതിരോധ രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് കാരണമാകും. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ തമ്മിൽ നടത്തുന്ന ചർച്ചകളും തന്ത്രപ്രധാനമായ നീക്കങ്ങളായിരിക്കും ഈ കരാറിന്റെ ഭാവി നിർണ്ണയിക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.